ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. ഞാൻ അടുക്കളയിലെ പണിയിലാണ്. കൂർക്ക എനിക്ക് കൂർക്ക ചരണ്ടുക മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ്. പിന്നെ അവിടെ മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ടോ? എനിക്ക് നിങ്ങളൊക്കെ എവിടെയുള്ളതാണെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ അതൊക്കെ അറിയാം. ഏകദേശം പ്രൊഫൈല് നമുക്ക് കാണാമല്ലോ. ഇതിനകത്ത് നമുക്ക് കമൻ്റ് ഇട്ടാൽ മാത്രമേ ആരൊക്കെ എന്തൊക്കെയാണെന്ന് കുറച്ചേലും മനസ്സിലാകത്തുള്ളൂ. പക്ഷേ കമൻ്റ് ഇട്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, ലൈക്ക് ഇട്ടാലൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണം കേട്ടോ. വേറൊന്നും ഇല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ജീവിതത്തിൽ മാക്സിമം നമ്മൾ ഹാപ്പി ആകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുകയെന്ന് വരില്ല. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും. അവയൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷം കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരത്തില്ലല്ലോ. ചിലപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മൾക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ സ്വപ്നമായിരിക്കും ചിലപ്പം. എന്ന് വെച്ചാൽ വീടാണേലും എത്രയോ പേരുണ്ട് വീടും ഒന്നുമില്ലാത്തവർ. പക്ഷെ ഞാൻ ചിലപ്പം വിചാരിക്കും എനിക്ക് പുതിയ വീട് വേണം അങ്ങനെയൊക്കെ. അത് കഴിയുമ്പം പിന്നെ ഞാൻ വിചാരിക്കും ഒന്നുമില്ലാത്ത എത്രയോ പേരുണ്ട്, ഒരു മേൽക്കൂര പോലും ഇല്ലാതെ കഴിയുന്നവർ. അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സമാധാനമാകും. എന്നാലും നമ്മൾ ആഗ്രഹിക്കണമല്ലോ. ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. അപ്പം എല്ലാവരും ഇന്ന് ജോലിക്കൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു. വീട്ടമ്മമാരൊക്കെ ഭയങ്കര ജോലിയിലും കാര്യത്തിലുമായിരിക്കും. പിന്നെ ഈ വീട്ടമ്മമാർക്ക് എപ്പോഴും ജോലിയാണ് കേട്ടോ, തീരത്തില്ല. വീട്ടിലിരിക്കുന്ന നമ്മുടെ ജോലി ഒരിക്കലും തീരത്തില്ല. പക്ഷെ കാണാനൊന്നും ഇല്ല താനും. ഞാൻ പണ്ട് അസംഷൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെ ഒരു മിസ് ഉണ്ടായിരുന്നു. ആ മിസ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ജോലിക്ക് പോകാതിരിക്കല്. ജോലിക്ക് പോകുന്നവർക്ക് മാത്രമേ കുറച്ചെങ്കിലും അവർക്ക് സാലറി കിട്ടും എന്ന് വെച്ച്. എനിക്ക് സാലറി ഇല്ല എന്നുള്ള അത് നമുക്കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അപ്പം വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ കാണാനില്ല ഒന്നും. എല്ലാവരും പറയൂ അവക്കെന്താ ജോലി. പക്ഷെ എന്താണെന്നറിയത്തില്ല, കാണാനൊന്നും ഇല്ല താനും. വീട്ടിലിരുന്ന ജോലി ഒട്ട് തീരത്തുമില്ല. അതെൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഇപ്പം പല പല ജോലിക്ക് എല്ലാവരും